തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയതോടെ സ്ഥാനാർത്ഥി പ്രചരണത്തിനായുള്ള പോസ്റ്റർ ഉൾപ്പെടെയുള്ളവരുടെ തയ്യാറാക്കുന്ന തിരക്കിലാണ് അച്ചടിശാലകൾ. പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി കുറഞ്ഞ സമയം കൊണ്ടാണ് പോസ്റ്ററുകൾ നിർമ്മാണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു മുൻപേ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് പ്രിന്റിംഗ് പ്രസ് മേഖല. സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായുള്ള ഫ്ലെക്സുകളും നോട്ടീസുകളും തയ്യാറാക്കുന്ന തിരക്കിലാണ് അച്ചടിശാലകൾ. സോഷ്യൽ മീഡിയകൾ പ്രചാരം നേടിയ പുതിയ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പാർട്ടികൾ ആശ്രയിക്കുന്നത് പ്രിന്റിംഗ് പ്രസ്സുകളെ തന്നെയാണ്. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നതിനുള്ള പോസ്റ്ററുകളും തയ്യാറാക്കി നൽകും ഇവർ. പുതിയ സാങ്കേതിക വിദ്യകളും പുത്തൻ ആശയങ്ങളും പ്രയോജനപ്പെടുത്തി കുറഞ്ഞ സമയം കൊണ്ട് ഫ്ലക്സ് ബോർഡുകൾ തയ്യാറാക്കി നൽകാനാണ് അച്ചടിശാലകളുടെ ശ്രമം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നില്ലെങ്കിലും സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും നിർമ്മിച്ചു തുടങ്ങിയെന്നാണ് കോഴിക്കോട്ടെ ആർട്ടിഫൈ മീഡിയയിലെ ഗ്രാഫിക് ഡിസൈനർ ബിന്ദു പറയുന്നത്. ഈ മേഖലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 10-25 വർഷമായി. നമ്മളെ ഉള്ളിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും പിന്നെ ഈ നമ്മളെ ഈ ജോലിയായി ബന്ധപ്പെട്ടിട്ട് അതിനൊരു സീക്രട്ട് ഉണ്ടാവും. അപ്പോൾ അതായത് നമ്മൾ എല്ലാ പാർട്ടിക്കാരും ആം ആദ്മി വരെ ഇവിടെ മത്സരിക്കുന്നുണ്ട്. അവർ വരെ ഡിസൈനിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു കക്ഷി രാഷ്ട്രീയം ഇതിലില്ല, ജോലിയിലില്ല. ജോലിയിൽ പക്ക ജോലി മാത്രം. അച്ചടിയുടെ അസംസ്കൃത വസ്തുക്കൾക്ക് വില കൂടുതലാണെങ്കിലും പ്രിന്റിംഗ് നിരക്കിൽ വർധന ഉണ്ടായിട്ടില്ല. ഓരോ വാർഡുകളിലും കുറഞ്ഞത് 3 സ്ഥാനാർത്ഥികൾ വീതം മത്സരിക്കും. അതുകൊണ്ട് തന്നെ പ്രിന്റിംഗ് പ്രസ്സുകളെല്ലാം നല്ല തിരക്കിലാണ്. ജനം, കോഴിക്കോട്.